നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ടെക് വീഡിയോ ആണ്. എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ ഈ യൂട്യൂബിനകത്ത് നമ്മുടെ ഷോർട്സിനകത്തൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ വരുമല്ലേ, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോമഡിയുടെ ഡയലോഗ് അതൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്നും ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞങ്ങളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ. ഈ ഒരു ഡയലോഗ് ഇല്ലേ, ഇതേപോലൊക്കെ എങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് പോവോ അല്ലെങ്കിൽ മാറ്റി പോവോ എന്താണെന്ന് വെച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ചെറിയ രീതിയിൽ ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല, എല്ലാം ഷോർട്ട് ആക്കിയിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം, മനസ്സിലാകുന്ന രീതിയിൽ. ഓക്കെ, എന്നാൽ വാ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ഫോണിനകത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇനി അതിനകത്ത് മനസ്സിലാകാത്തവർക്ക് ഈ സൈഡിലൂടെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് ഫോണിനകത്ത് ഓണാക്കിയിടാം. ഓക്കെ, അങ്ങനെ സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ VN എന്നുണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതേണ്ട ഈ ഒരു ഐക്കൺ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു VN കാണുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതെടുത്ത് എഡിറ്റ് ചെയ്യാം. അത് ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പരസ്യം വരുമായിരിക്കും ഒരെണ്ണം, ചിലപ്പോഴങ്ങനെ വരത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇതിപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. അതിപ്പോൾ ഞാനെടുത്ത് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു പ്രൊജക്റ്റായിട്ട് ആഡ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് പോകുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്ന ഓർഡറിലുണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ, അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഡിറ്റ് ചെയ്യുക. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 1 2 3 ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തെറ്റിപ്പോണെങ്കിൽ മറുപടി വീണ്ടും ഒന്നുകൂടെ തിരിച്ച് വന്നിട്ട് ആ ഓർഡറിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയതായിട്ട് ഇതവിടെ പോകും. അപ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിട്ട 2 വീഡിയോ. ഈ വീഡിയോയുടെ ചെറുതാക്കി കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് 2 കയറ്റൊന്ന് നമ്മൾ ഇങ്ങനെ നുള്ളത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ സ്ക്രീൻ ചെറുതായിട്ട്. അപ്പോൾ നമുക്കുള്ള വീഡിയോസ് എല്ലാം കാണാം. ഇപ്പോൾ ഞാൻ 2 വീഡിയോ ആണ് ഇവിടെ എഡിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഈ യെല്ലോ കളറിൽ കാണുന്നൊരു വീഡിയോയും പിന്നെ രണ്ടാമത്തെ ഈ വീഡിയോ. പിന്നെ മൂന്നാമത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻപുട്ട് ടൈറ്റിൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ ഒരു സ്ലൈഡ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ. നമ്മൾ ആദ്യം ഇത് ഇച്ചിരി ഒന്ന് വലിച്ച് വലുതാക്കുക. എന്നിട്ട് അതിൽ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ഡിലീറ്റ് ഓപ്ഷൻ വരും, ഡിലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മളിപ്പം ഇട്ടേക്കുന്ന 2 വീഡിയോ. ഈ 2 വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്പ്ലിറ്റ് എന്നുണ്ട് അയക്കണുണ്ട്, ഒരു കത്രിക കാണാമോ, ഈ കത്രികയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കട്ടായി. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ വീഡിയോ ഇപ്പം കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റും ഇങ്ങനെ സ്റ്റാർട്ടിങ് നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഈ സൈഡിൽ അതിൽ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറേ ഓപ്ഷൻ വരും. അപ്പോൾ ഈ സൈഡിലൊരു ആരോ ഉണ്ട്, കാണുന്നുണ്ടോ? ഈ ആരോയിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ കട്ടായിപ്പോൾ കണ്ടോ. പിന്നെ അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ അത്ര തന്നെ വരും. ഓക്കെ, എന്നിട്ട് ഈ 2 വീഡിയോ നമ്മൾ ഇപ്പോൾ ഇത് പ്ലേ ആകുമ്പം കണ്ടോണം, ഇങ്ങനെ ടക്കെന്ന് ചാടി അടുത്ത വീഡിയോയിലോട്ട് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ബ്ലെൻഡായിട്ടൊക്കെ വരും, കണ്ടാ ഇങ്ങനെ ഉണ്ടാകും. ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സൂമായിട്ട് വരും, പിന്നെ സൈഡിൽ നിന്ന് വരും, വൈറ്റ് അടിച്ച് വരും, അങ്ങനെ കറങ്ങിയൊക്കെ വരും. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഡിസോൾവ് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നാലും വലിയ വൃത്തികളൊന്നും വരത്തില്ല വീഡിയോയ്ക്ക്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യണം. ഈ പ്രൊജക്റ്റ് ഇവിടെ സേവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രൊജക്റ്റ് വീണ്ടും എടുക്കാൻ പറ്റും സേവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണം, ബാക്കി പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മേളിൽ ഒരു ഫ്ലോപ്പിയുടെ ഒരു ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സേവ് ആകും. ഇത് സേവ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ഏത് മോഡിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മേളിലൊരു ഒറിജിനൽ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9:16 എന്നൊക്കെ ഉണ്ട്, കണ്ടോ? പഴയ ടിക്ടോക്കിൻ്റെ ഐക്കൺ, അതാകുമ്പോൾ നമ്മുടെ റീൽസിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ ഇത്. പിന്നെ 16:9 എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നുണ്ട്, അത് നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് വലിയ ലോങ് വീഡിയോ അത് കൊടുക്കുക. എന്നിട്ടിത് 30 fps മതി. നമ്മൾ വലിയ സ്ലോ മോഷനൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് തൊട്ടുള്ള 60 fps ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫുൾ സ്ക്രീനകത്തും വീഡിയോ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വീഡിയോ എഡിറ്റിങ്ങുള്ള ബേസിക്. പിന്നെ ഇതിനകത്ത് മ്യൂസിക് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ കണ്ടോ, ആ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
മ്യൂസിക് കൊടുക്കുക, മൈ മ്യൂസിക്. പിന്നെ നമ്മൾ പുതിയതായിട്ടൊരു ഫോൾഡർ എല്ലാം ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും ന്യൂ വൺ എന്നൊരു ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോ ഓഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് മ്യൂസിക് കൊടുക്കുന്നു, വീഡിയോ. എന്നിട്ട് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോ എടുക്കുന്നു, ടിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ആ ഓഡിയോയുടെ മേളൊരു ഓപ്ഷൻ എന്ന സാധനം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പെതുക്കെ സൗണ്ട് കുറഞ്ഞ് വന്നിട്ട് നല്ല സൗണ്ട് കേൾക്കത്തില്ലേ, അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതെന്താണ് ഫെയ്ഡ് ഔട്ടെന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരുന്ന വീഡിയോ തീരാറാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് പാട്ടുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ലയിച്ച് അങ്ങ് പെതുക്കെ അങ്ങ് സൗണ്ട് കുറച്ച് പോകത്തില്ലേ, അതേപോലെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഓഡിയോ അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓഡിയോ. ഈ ഓഡിയോ നമ്മൾ യൂസ് കൊടുത്തു, ടിക്ക് കൊടുത്താൽ നമ്മുടെ ഓഡിയോ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഇടയിൽ നമുക്കൊരു പുതിയ ക്ലിപ്പോടെ കയറ്റിയിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ കൊണ്ടുവെക്കുക. എവിടെയാണോ നമുക്ക് ക്ലിപ്പ് ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവെക്കുക. ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തു. എന്നാൽ നമ്മൾ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ ആഡ് ചെയ്യേണ്ടത്, ലാസ്റ്റ് പോവുക. ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു പ്ലസ് കാണും, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ചുമ്മാ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ ഇടേണ്ട വീഡിയോ, ആ വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഇപ്പം കളറില്ല, കളർ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഫിൽറ്റർ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ മറ്റേ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, വെട്ടമില്ലെങ്കിൽ വെട്ടം കൂട്ടി കൊടുക്കാം. പിന്നെ സാച്ചുറേഷൻ, ഇപ്പോൾ കളറൊക്കെ കൂട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ വൈബ്രൻസ്, ടെമ്പറേച്ചർ, നീല കളറും മറ്റേ യെല്ലോ കളറൊക്കെ ഇല്ലേ, വാം ലൈറ്റ്, കൂൾ ലൈറ്റ്, അങ്ങനെയൊക്കെ അതൊക്കെ കൊടുക്കാം. ഇതെല്ലാം കൊടുത്തിട്ട് ഈ സെയിം എഫക്റ്റ് തന്നെ ഫുൾ വീഡിയോ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ഓൾ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പിന് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ ചില ക്ലിപ്പൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കാണത്തില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനും ഒരെണ്ണത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ജസ്റ്റ് ഈ ടിക്കൈക്കിന് മാത്രം ക്ലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലൈ ഓൾ കൊടുക്കുക. ഞാനിപ്പോൾ അപ്ലൈ ഓൾ കൊടുത്തു. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ ചുമ്മാ ഒരു സാമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ ഇനി എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, എഫക്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കാണിച്ചില്ല. ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ക്ലിപ്പ് വേണ്ട, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട വീഡിയോ നമുക്ക് ആ ക്ലിപ്പ് വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ ആ ക്ലിപ്പ് നമുക്ക് യെല്ലോ കളറിൽ ഔട്ട്ലൈൻ വരും. ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്യുക, അപ്പോൾ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും. ഡിലീറ്റ് ചെയ്തു കണ്ടോ, അത് പോയി. ഇപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് വരണമെങ്കിൽ മേളൊരു ഇടത്തെ സൈഡിലോട്ട് വളഞ്ഞിരിക്കുന്ന ആരമുണ്ട്, അതിൻ്റെ പേര് അൺഡു റീഡു എന്നാണ്. ഇത് അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോഴത്തേക്ക് അത് തിരിച്ചു വരും. എന്നിട്ട് ഇതെങ്ങനെ സേവ് ചെയ്യാമെന്ന്. ഇത്രയേ ഉള്ളൂ വീഡിയോ എഡിറ്റിങ് മൊത്തത്തിലുള്ളത്, ബേസിക്ക് ഇത്രയും മതി നമുക്കൊരു യൂട്യൂബിനകത്തൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഒത്തിരി നമ്മൾ എഫക്റ്റ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ഓരോ സാധനങ്ങളുണ്ടല്ലേ ടൈറ്റിൽ കൊടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാനിപ്പം ചുമ്മാ ദിവസത്തിന് നന്ദി ഹിൽസിൽ പോയപ്പോൾ നന്ദി ഹിൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ആ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം, എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റിൽ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തു. അവിടെ കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ ടൈറ്റിൽ വരും. പിന്നെ എൻ്റെ ഇവിടെ സമ്മർ എന്നൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിന് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ആ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മേളിൽ മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു കുറേ വട്ടം ഇങ്ങനെ മേലോട്ട് പോകുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ട മേളിൽ നിന്ന് വരും, കറങ്ങി വരും, മേളിൽ നിന്ന് താഴെ നിന്നൊക്കെ വരും. പിന്നെ ഇങ്ങനെ ഫെയ്ഡായിട്ട് സൈഡിൽ നിന്ന് വരും. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അപ്ലൈ ഓൾ എല്ലാം കൊടുക്കാൻ പറ്റും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി ഇവിടെ വേറെ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ താഴെ ഒരു ഐക്കണുണ്ട് ഇങ്ങനെ വളഞ്ഞ് പോയിട്ടൊരു കുത്തിട്ടേക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഇടാം. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇട്ട് ഇപ്പോൾ കണ്ടോ, ആ വീഡിയോ ഇടയിൽ ഫോട്ടോ ഒക്കെ വരും. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇനിയും നമ്മളിനി എന്താ ലാസ്റ്റ് പരിപാടി, ഈ വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മേലോട്ട് ഇങ്ങനൊരു സ്ക്വയറിൻ്റെ പകുതി പോലെ ഒരു ബക്കറ്റ് പോലെ വന്നിട്ട് മേലോട്ടൊരു ആരമുണ്ട്, ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ അല്ല, ഡൗൺലോഡല്ല, എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തു. നേരെ നമ്മൾ 30 Mbps തന്നെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 720p കിടക്കുന്നത് നേരെ മാറ്റിയിട്ട് 4K ആക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ വേറെ ഓപ്ഷനൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട.
നേരെ എന്നിട്ട് എക്സ്പോർട്ട് അടിക്കുക, മാനുവൽ ഇട്ടേക്കുക, എന്നിട്ട് എക്സ്പോർട്ട് അടിക്കുക. എന്നിട്ട് ഈ സ്ക്രീൻ നിങ്ങൾ ബാക്ക് അടിക്കുകയോ ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ വെച്ചേക്കുക. തന്നെത്താനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് 100 ആയിട്ട് ഇതുണ്ട് കയറി വരുന്നുണ്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആകും. ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് പരിപാടി. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയൊക്കെ മതി. അല്ല നമ്മൾ ഫുൾ ഇപ്പം പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രീമിയർ പ്രോയും ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതിനകത്ത് കുറേ എഫക്റ്റ് നമുക്ക് നല്ല നല്ല റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ഇതാണ് ബേസിക്. ഇങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഫോണിൽ കൂടെ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ലാപ്ടോപ്പിനകത്തോടൊക്കെ യൂസ് ചെയ്യണം. ഇതിങ്ങനെ ആയി ഇപ്പം 100 ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഫുൾ എക്സ്പോർട്ട് ആകും. ഇനി ഒരു പരസ്യം കൂടെ വരും. ആ പരസ്യം നമുക്കിപ്പോൾ സ്കിപ്പ് അടിച്ച് വിടാൻ വേണ്ടിയിട്ട് വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ആയിട്ടും ധൃതി കാണിക്കണം. നമ്മുടെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പരസ്യം കൂടെ കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നേരെ ഇനി ടൺ കൊടുക്കുക. പിന്നെ നമ്മൾ അറിയാമല്ലോ നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് എടുക്കുക, പിന്നെ നമ്മുടെ ദേവിക2 ചാനൽ എന്ത് ചെയ്യും, ഇതാണ് നമ്മുടെ ദേവിക2 ചാനൽ. അതിനകത്ത് ജസ്റ്റ് പ്ലസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നേരെ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ വീഡിയോ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. VN ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സമയം ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഇട്ടിട്ട് പ്രീമിയർ ഒക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മൂസൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. അമ്മൂസും ആണെങ്കിൽ നമ്മുടെ VN ഇട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിയുന്നു, ഉപകാരപ്പെട്ടത് കഴിയുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് ഇതിനകത്ത് കമൻറ്റായിട്ട് അടിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിനകത്തോ അല്ല യൂട്യൂബിനകത്ത് ചോദിച്ചാൽ ഞാൻ എല്ലാ കമൻറ്റിനും ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പം ഒരു മടിയും കാണിക്കണ്ട, നിങ്ങൾ കമൻറ്റ് അടിച്ചോളൂ. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ വിട്ട് നാളെ കാണാം. ബൈ.